രീതിയിൽ പോളിംഗ് ശതമാനമാണ്. കൂടുതൽ പിരായിരിയിലും പാലക്കാട് നഗരസഭയിലുമാണ്. പക്ഷേ ചെറിയ 1% പോലും വ്യത്യാസമില്ലാതെ മാത്തൂറും കണ്ണാടിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നില്ല. പക്ഷേ ശ്രീജിത്തും അത് സമ്മതിച്ചതാണ്. പൊതുവെ നോക്കുമ്പോൾ വോട്ടുകൾ കുറവാണ് വീഴുന്നത്. അത് ആശങ്കയുണ്ടാക്കുന്നതാണല്ലോ സ്ഥാനാർത്ഥികൾക്ക്. അതായത് കണക്കുകൾ മാറ്റി ഇനി കണക്ക് കൂട്ടേണ്ടി വരും. തീർച്ചയായിട്ടും ഞാനുള്ള കണ്ണാടി പഞ്ചായത്ത് തന്നെയാണ്. തണ്ണീർപന്തൽ എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ സ്കൂളിൽ രണ്ട് ബൂത്തുകളിലും സാമാന്യം നല്ല തിരക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് രാവിലെ വലിയ തിരക്കായിരുന്നു. അത് കുറഞ്ഞ് ഇങ്ങനെ ആയതെന്നാണ് പറയുന്നത്. ഏതാണ്ട് 1300 വോട്ടാണ് ഇവിടെ ഈ ബൂത്തിൽ ഉള്ളത്. അതിൽ പകുതി വോട്ട് പോലും ഇതുവരെയും പോൾ ചെയ്തിട്ടില്ല. ഇതിൽ ഇവിടെ പ്രശ്നം ഈ വോട്ട് ചെയ്തു പോകുന്നതിന്റെ വേഗക്കുറവാണ്. അതായത് വളരെ സാവധാനമാണ് ഇവിടെ പോളിംഗ് പുരോഗമിക്കുന്നത്. അതാണ് ഒരു പ്രധാന പ്രശ്നം. മെഷീന്റെ തകരാറൊന്നും ഇവിടെ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ പ്രായമായ ആളുകളൊക്കെ കൂടുതൽ പേർ വന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് അല്പം വേഗക്കുറവാണ്. ഇവിടെയൊക്കെ ക്യൂ ഒക്കെ നമുക്ക് കാണാം. ഇപ്പോഴും നല്ല ക്യൂ ഇവിടെ ഉണ്ട്. രാവിലെ ഇതിലും വലിയ തിരക്കായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ 50%-ലധികം 50% അടുത്ത് മാത്രമാണ് പോളിംഗ് ഇതുവരെ ആയിട്ടുള്ളത്. എത്ര സമയം വന്നിട്ട്? ഒരുപാട് സമയമായില്ലേ? ഒരു 10 മിനിറ്റായി. വലിയ തിരക്ക്, അങ്ങനെ ഒരു തിരക്കില്ല. ഇപ്പൊ ഞാൻ വന്ന ശേഷം ഈ ഒരു തിരക്കേ കാണുന്നുള്ളൂ. രാവിലെ കുറച്ചും കൂടെ തിരക്കുണ്ടായിരുന്നു പറയുന്നത്. ഇപ്പോഴൊന്നുള്ളൂ. 10 മിനിറ്റ് ആവും. 10 മിനിറ്റ് ആയിട്ടില്ല. ഇവരൊക്കെ വന്നിട്ട് ഏതാണ്ട് 10 മിനിറ്റേ ആവുന്നുള്ളൂ. പക്ഷെ രാവിലെ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരക്കിങ്ങനെ ഉള്ളപ്പോഴും ഇപ്പോഴും ഒരു 50 പേർക്ക് അടുത്തെങ്കിലും ക്യൂവിലുണ്ട് ഈ ബൂത്തിൽ മാത്രം. അപ്പോഴും ഈ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നില്ല. അതായത് 50% താഴെ മാത്രമാണ് ഇതുവരെ ഏകദേശം പോളിംഗ് നടന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ബൂത്ത് കൂടി അപ്പുറത്തുണ്ട്. അവിടെയും സമാനമായ കാഴ്ചയാണ്. കണ്ണാടി പഞ്ചായത്തിൽ പൊതുവെ രാവിലെ മുതൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ ഇവിടെയും ഇതാണ് ശ്രീ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. തിരക്കെന്ന് പറയുമ്പോൾ പോൾ ചെയ്യുന്ന വോട്ടുകളുടെ എണ്ണം ആ രീതിയിൽ കൂടുന്നില്ല. പകരം ഈ ആളുകൾ കൂടുതൽ സമയമെടുത്ത് വോട്ട് ചെയ്യാൻ നിൽക്കുന്നു. അല്ലെങ്കിൽ വോട്ടിംഗ് നടപടിക്രമങ്ങൾ വളരെ മന്ദഗതിയിലാണ് എന്ന് വേണം പറയാൻ. അത് ഈ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് ഒരു കാരണമാകാം. മെഷീനുകൾ പലതും പലപ്പോഴും കൃത്യമായി ആ വേഗത്തിൽ അല്ലെങ്കിൽ വിചാരിച്ച വേഗത്തിൽ മെഷീനുകൾ ഒരു വോട്ട് ചെയ്ത് മടങ്ങാൻ ആളുകൾ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെ കുറച്ചുകൂടി തിരക്ക്. ഇപ്പുറത്തെ ബൂത്തിൽ കുറച്ചുകൂടി തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. 2 ബൂത്തുകളിലും അതേപോലെ ആദ്യം നമ്മൾ കണ്ട ബൂത്തിനേക്കാൾ കുറച്ചുകൂടി തിരക്ക് ഈ കിണാശ്ശേരിയിലെ ഈ ബൂത്തിലുണ്ട്. തണ്ണിപ്പന്തൽ കിണാശ്ശേരിയിലെ ഈ ബൂത്തിലുണ്ട്. ഇവരൊക്കെ എത്ര സമയം മുമ്പ് വന്നതെന്ന കാര്യത്തിൽ എപ്പോഴും കുറെ സമയം വന്നിട്ടല്ലേ? നല്ല തിരക്കാണ്. രാവിലെ വന്ന് പോയിട്ടും തിരക്കാണ്. രാവിലെ വന്നപ്പോഴും തിരക്കുണ്ട്. എത്ര മണിക്ക് വന്നത്? രാവിലെ 9 മണിക്ക് വന്നപ്പോഴും നല്ല തിരക്കാണ്. നീണ്ട നിരയാണ്. ഇത് ഉള്ളിലുള്ള ഓഫീസർമാരുടെ വീഴ്ചയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇത്തിരി സ്പീഡാക്കാമായിട്ടാണ് പോകുന്നത്. ഭയങ്കര സ്ലോ ആ പോകുന്നത്. രാവിലെ ഒരുപാട് ആളുള്ളോണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നല്ലേ? രാവിലെ വലിയ ആളുണ്ടായിരുന്നു തോന്നുന്നില്ലേ? രാവിലെ മുതൽ നീണ്ട നിരയാണ്. നല്ല തിരക്കാണ്. അതിന്റെ കൂടെ ഈ സ്ലോ വളരെ മെല്ലപ്പോക്കാണ് ഉള്ളിൽ നിന്ന്. അത് തന്നെയാണ്. ഈ ഇപ്പൊ ഒരുപാട് സമയം വന്നിട്ട് 10 മിനിറ്റായി. നല്ല തിരക്കുണ്ടല്ലേ? നേരത്തെ തിരക്കുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്ത് പറ്റിയത്? റേഷൻ കാർഡ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചാ ഓക്കെ, ഇന്ത്യയിൽ എവിടെയും വാങ്ങാം. ഒരു വോട്ട് ചെയ്യാൻ മാത്രം 3 മണിക്കൂർ 4 മണിക്കൂർ യാത്ര ചെയ്യണം. എന്ത് സംവിധാനം ഇത്? റേഷൻ ഞാൻ 1 മണിക്കൂറായി വന്നിട്ട്. ഇതെന്ത് സംവിധാനം? ഇതിനെന്തെങ്കിലും പോകാൻ വഴി സർക്കാർ കാണണ്ടേ? പാവപ്പെട്ടവരിങ്ങനെ വെറുതെ വയ്യാത്തവരുണ്ട്, കാല് വയ്യാത്തവരുണ്ട്, നമുക്ക് ഇരിക്കുന്നു. നോക്ക്, ഇതിനൊന്നും ഒരു സമാധാനമില്ല. കഴിഞ്ഞ പ്രാവശ്യം 6:30 മണി മറ്റേ അവസാന സെക്കൻഡ് 15 മിനിറ്റ് ഗ്യാപ്പിൽ വന്നിട്ട് ഏകദേശം 1.25 മണിക്കൂർ 1 മണിക്കൂർ 50 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ബാക്കിയുള്ളവരെ ഇവിടെ നിന്ന് വിട്ടത്. ടോക്കൺ റേഷൻ കാർഡിന്റെ വോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വിരൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാവരുടെയും ആര് അരി വാങ്ങിയെന്ന് അറിയാം. ഈ ഇലക്ഷൻ കമ്മീഷൻ മാത്രം എന്താ ഇതൊന്നും നിയമം അറിയില്ലയോ? അതൊക്കെ അവരോട് ചോദ്യം ചെയ്യണം. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് അതൊന്നും ചോദ്യം ചെയ്യാൻ അറിയില്ല. ഞങ്ങളിപ്പോ അവര് നേരിട്ട് പറയണം. അതൊക്കെ ഒരു വിരൽ വെച്ചാലേ റേഷൻ കിട്ടും ഇന്ത്യയിൽ എവിടെയും. ഒരു വോട്ട് ചെയ്യാൻ മാത്രം ഇങ്ങനെ 15 മണിക്കൂർ കാത്തു നിൽക്കണം. ഇവിടുത്തെ നിയമമാണ്. ഇന്ത്യയിൽ എവിടെ ഇല്ല. ഇവിടെ കുറേയായി ബീവറേജിലും ഇവിടെയും മാത്രമേ ഈ കുഴി നിൽക്കണ്ടുള്ളൂ. വേറെ എവിടെയും കുഴി നിൽക്കണ്ടോ? നേരെ പോയി സാധനം വാങ്ങിക്കില്ല. എല്ലാ ചാനലുകാരും ഈ റിപ്പോർട്ട് ചെയ്യണം. നമ്മളെ പാവപ്പെട്ടവർ ഇങ്ങനെ 6 മണിക്കൂർ 7 മണിക്കൂർ ആകെ 4000 വോട്ടുള്ളൂ ഇവിടെ. 8 മണിക്കൂറായി ഇവിടെ.
ആകെ 2000-3000 വോട്ട് ചെയ്തിട്ടുള്ളൂ. എന്താ ഇത്? എന്ത് നിയമം? മെഷീൻ സ്ലോയാന്ന് തോന്നുന്നല്ലേ? മെഷീനല്ല, ആൾക്കാരെ സ്ലോയാ. ഉദ്യോഗസ്ഥരെ സ്ലോ. ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വിവരമില്ല, ചെയ്യുന്നതൊക്കെ വെറും മണ്ടത്തരം. 2 എണ്ണം വെക്കണം, 2 മെഷീൻ വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വാർഡ് മെമ്പറുടെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ വില്ലേജ് ഓഫീസർ അവസാന നിമിഷം വന്നിട്ട് ടോക്കൺ കൊടുക്കുന്ന സമയത്തും ഞങ്ങള് ഈ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. നിയമം മാറില്ല. ബീവറേജിലും ഇവിടെ മാത്രമേ ക്യൂ ഉള്ളൂ. ബിവറേജ് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആരുണ്ട്? നമ്മളൊക്കെ അവിടെ പോണ ആളാണേ, വേണമല്ലോ. നിങ്ങൾ ഈ 2 ചാനൽ അല്ല, ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഈ 2 സ്ഥലത്ത് മാത്രമല്ല ഇങ്ങനെ ക്യൂ കണ്ടിട്ടുള്ളൂ? വേറെ ഔട്ട്ലെറ്റ്, വേറെ ഏതാ ഔട്ട്ലെറ്റ്? ക്യൂ നിൽക്കാത്ത ഔട്ട്ലെറ്റുകളുണ്ടല്ലോ. ആടെ ചെട്ടിയാണെങ്കിൽ പണം വേണം, അതും കൂടി പറയണല്ലോ. അവിടെ പോണേ കാശ് വേണം, പ്രീമിയം ഔട്ട്ലെറ്റുകൾ. അവിടെയൊക്കെ കാശ് വേണം, നമ്മുടെ കാശ് കുറവാണ്, നമ്മള് വേറെ പോയിട്ട് വാങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഇതൊക്കെ നിയമം ഈ വോട്ട് എന്താ ഇലക്ഷൻ കമ്മീഷണർക്ക് ഇതൊന്നും അറിയില്ലയോ? പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടൊന്നുമില്ല, അയാൾ കോടീശ്വരനൊന്നുമില്ല, അയാൾ പൈസ വാങ്ങുന്ന ആളാണ്, അയാൾക്ക് ഇതൊന്നും അറിയണ്ട. രാഷ്ട്രീയക്കാർ പറഞ്ഞു കൊടുക്കും, എഴുതി കൊടുക്കും. സ്പീഡാക്കിയാൽ മതി, ഒന്ന് സ്പീഡാക്കാൻ പറയും. 2 മണിക്കൂറായി നിൽക്കാൻ തുടങ്ങി, ഊണ് കഴിച്ചിട്ടില്ല. ഊണ് കഴിക്കാൻ പറഞ്ഞ ഒരുപാട് നേരം വാങ്ങണം. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്, പലതരത്തിലുള്ള വേദനകളാണ്. അരുൺ, ഇതിപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിനുമുമ്പ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ ഇതേ വിഷയം ഉയർന്നു വന്നതാണ്. അപ്പോൾ അതേ പ്രശ്നം നിലനിൽക്കുന്നു എന്ന് തന്നെയാണല്ലോ ഇപ്പോൾ ഇത് നല്ല പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇത്രയും സമയം മെനക്കെടുകയാണ് ചെയ്യുന്നത്, എന്നിട്ടും അവർ ക്യൂ നിന്ന് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ തയ്യാറാവുകയാണ്. ഇത് ഇപ്പോൾ പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു എല്ലായിടത്തും കാണുന്ന ഒരു കാര്യം പലരും ഇത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വോട്ടർ അത് തുറന്നു പറയുകയും ചെയ്തു, എത്ര സമയമായി ഇവിടെ നിൽക്കുന്നു എന്ന്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വീഴ്ചയാണോ അതോ മെഷീനിന്റെ ഈ താമസം, അതായത് ബീപ് ശബ്ദം കേൾക്കുവാനുള്ള താമസമാണോ?